ലോ വേഴ്സസ് അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ITR ഫയൽ ചെയ്യുന്നത് ഓൾഡ് ടാക്സ് റെജിമിൽ വേണോ അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജിമിൽ വേണോ എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ, അതായത് 2023-24 വർഷത്തിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി നിയമം അനുസരിച്ചുള്ള ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ITR സമർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണ്. ശമ്പളത്തിൽ നിന്നും വരുമാനം ലഭിക്കുന്നവർ, ബിസിനസ് അഥവാ പ്രൊഫഷണലിൽ നിന്നും വരുമാനം ലഭിക്കുന്ന വ്യക്തികൾ, പാർട്ണർഷിപ്പുകൾ, ഓഡിറ്റ് ആവശ്യമില്ലാത്ത മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ITR സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31 ഓഡിറ്റ് ആവശ്യമുള്ളവർക്ക് ITR സമർപ്പിക്കുവാൻ സെപ്റ്റംബർ 30 വരെ സമയമുണ്ട്. അടുത്ത കാലത്തായി ITR തയ്യാറാക്കുമ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ITR തയ്യാറാക്കുന്നത് ന്യൂ ടാക്സ് റെജിമിൽ അനുസരിച്ചാണോ അതല്ല ഓൾഡ് ടാക്സ് റെജിം അനുസരിച്ച് ആണോ എന്നുള്ളതാണ്. എന്താണ് ന്യൂ ടാക്സ് റെജിം? 2020-21 ബഡ്ജറ്റിലാണ് ആദ്യമായി ന്യൂ ടാക്സ് റെജിം കേന്ദ്ര സർക്കാർ തുടങ്ങിയത്. ഇടത്തരക്കാരായ നികുതിദായകരെ ഉദ്ദേശിച്ചാണ് പുതിയ മാറ്റം വരുത്തിയത്. മാസം തോറും ഏകദേശം 60,000 രൂപ വരെ വരുമാനം ഉള്ളവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് പ്രധാനമായും ലഭിക്കുന്നത്. ഇതനുസരിച്ച് 7.5 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളം ലഭിക്കുന്നവർ നികുതിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ കിഴിവല്ലാതെ മറ്റ് ഡിഡക്ഷൻസ് ഒന്നും ലഭിക്കാറില്ല. എന്നാൽ ഓൾഡ് ടാക്സ് റെജീം തിരഞ്ഞെടുക്കുന്നവർക്ക് പഴയതുപോലെ സെക്ഷൻ 80 വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ആനുകൂല്യം ലഭിക്കും. ഇതിൽ ഏതാണ് നല്ലത്? 5 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ നികുതി നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കിഴിവ് അഥവാ ഡിഡക്ഷൻസ് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഓൾഡ് ടാക്സ് റെജീം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാര്യമായ കിഴിവുകൾ ഒന്നും ക്ലെയിം ചെയ്യാൻ ഇല്ലാത്തവർക്ക് ന്യൂ ടാക്സ് റെജീം ആണ് നല്ലത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെ എളുപ്പമാക്കാം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 2 ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ടേബിൾ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം ABC എന്ന 3 പേരുടെ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ടാക്സ് ലയബിലിറ്റി എന്നിവയാണ്. ഇനി Aയുടെ വരുമാനം 9 ലക്ഷവും ടോട്ടൽ ഡിഡക്ഷൻസ് അഥവാ കിഴിവുകൾ 7 ലക്ഷവും കഴിഞ്ഞതിന് ശേഷം വരുന്ന വരുമാനം 2 ലക്ഷമാണ്. എന്നാൽ 2.5 ലക്ഷം രൂപ വരെ ഉള്ള വരുമാനത്തിന് നികുതിയില്ല. അടുത്തതായി Bയുടെ വരുമാനം 12 ലക്ഷവും കിഴിവുകൾ 7 ലക്ഷവും കഴിഞ്ഞ് ടാക്സബിൾ ഇൻകം 5 ലക്ഷമാണ്. റിബേറ്റ് ഉള്ളതുകൊണ്ട് 5 ലക്ഷം വരെയുള്ള വരുമാനത്തിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട. മൂന്നാമതായി Cയുടെ വരുമാനം 15 ലക്ഷവും 7 ലക്ഷം കിഴിവും കഴിഞ്ഞുള്ള ടാക്സബിൾ ഇൻകം 8 ലക്ഷമാണ്. 8 ലക്ഷം വരുമാനത്തിന് 72,500 രൂപ നികുതി അടയ്ക്കണം. സെയിം ടേബിൾ തന്നെ ന്യൂ ടാക്സ് റെജീം പ്രകാരം നോക്കുകയാണെങ്കിൽ Aക്ക് ടാക്സ് ഒന്നും വേണ്ട. എന്നാൽ Bക്ക് 60,000 രൂപയും Cക്ക് 1,10,000 രൂപയും നികുതി നൽകേണ്ടി വരും. സെക്ഷൻ 80 പ്രകാരമുള്ള കിഴിവുകളൊന്നും ന്യൂ ടാക്സ് റെജീം പ്രകാരം ലഭിക്കാത്തതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി പറയുവാൻ പോകുന്നത് കിഴിവുകൾ ലഭിക്കാവുന്ന ഏതാനും പ്രധാനപ്പെട്ട വകുപ്പുകളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തേത് സെക്ഷൻ 80C, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് തുടങ്ങിയവയ്ക്ക് നൽകുന്ന തുക എല്ലാത്തിനും കൂടി 1.5 ലക്ഷം രൂപ വരെ ഒരു സാമ്പത്തിക വർഷം കിഴിവ് ലഭിക്കും. 2. നാഷണൽ പെൻഷൻ സ്കീമിൽ നിക്ഷേപിക്കുന്ന 50,000 രൂപ വരെയുള്ള നിക്ഷേപത്തിനും കിഴിവ് ലഭിക്കും. 3. എഡ്യൂക്കേഷൻ ലോണിൻ്റെ പലിശ തൻ്റെയോ സ്പൗസിൻ്റെയോ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എടുക്കുന്ന വായ്പ തുകയുടെ പലിശ മുഴുവനും പരിധിയില്ലാതെ നിബന്ധനകൾക്ക് വിധേയമായി കിഴിവ് ലഭിക്കും. 4. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓരോ വർഷവും തൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ എടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം 25,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നിബന്ധനകൾക്ക് വിധേയമായി കിഴിവ് ലഭിക്കും. 5. വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീടിനു വേണ്ടി എടുത്തിരിക്കുന്ന വായ്പയിൽ മേൽ നൽകുന്ന പലിശ
നിബന്ധനകൾക്ക് വിധേയമായി മുഴുവൻ തുകയും കിഴിവ് നേടാവുന്നതാണ്. 6. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന പലിശ 50,000 രൂപ വരെ ഉള്ള തുകയ്ക്ക് കിഴിവ് ലഭിക്കും. 7. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നവർക്ക് എല്ലാം 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി കിഴിവ് ലഭിക്കും. ഇത് പെൻഷൻ ലഭിക്കുന്നവർക്കും ബാധകമാണ്. അതുപോലെ ഓൾഡ് ടാക്സ് റെജീമിലും ന്യൂ ടാക്സ് റെജീമിൻ്റെ കീഴിലും 50,000 രൂപ കിഴിവ് ലഭിക്കും. നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ മറുപടി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.